ഹലോ. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് കാനോണൈസേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും നോട്ട്സും അതുപോലെ തന്നെ സ്റ്റാൻസ വൈസായിട്ട് കീ പോയിൻറ്റ്സൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി പ്രൊത്തലാമ്യം എന്ന് പറഞ്ഞ പോയത്തിൻ്റെ സമ്മറി കീ നോട്ട്സൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിന്ന് കാനോണൈസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ നോട്ട് സ്ക്രീനിൽ കാണിക്കുക, നിങ്ങൾ അത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയം എഴുതിയിട്ടുള്ളത് ജോൺ ഡൺ ആണ്. നമുക്കറിയാം മെറ്റാഫിസിക്കൽ പോയറ്റാണ് ജോൺ ഡൺ. അപ്പോൾ നമ്മുടെ പോയം മെറ്റാഫിസിക്കൽ പോമാണ്. ആൻഡ് കാനോണൈസേഷൻ ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ജോൺ ഡൺസ് മെറ്റാഫിസിക്കൽ പോയട്രി ബ്ലെൻഡിങ് ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻറ്റ് വിത്ത് ഡീപ്പ് ഇമോഷൻസ്. അപ്പോൾ നമ്മുടെ പോയം മെറ്റാഫിസിക്കൽ പോമാണ്. അത് നിങ്ങൾ ഫസ്റ്റ് പോയിൻ്റാണ്. നിങ്ങൾ എസ്സേക്ക് എഴുതുന്ന സമയത്ത് മെറ്റാഫിസിക്കൽ പോയട്രി ആണെന്ന് മെയിനായിട്ട് എഴുതാം. ദെൻ defense of love. The speaker defends his love against critics who see it as foolish or excessive. അപ്പോൾ നമ്മുടെ പോയിറ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയം ബിഗിൻ ചെയ്യുന്നത് തന്നെ ഒരുപാട് ക്രിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ ലവിനെ എതിർത്ത് പറയുന്ന സമയത്ത് അവരെടുത്ത് ഒരു ഡിഫെൻസ് പോലെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മുടെ പോയിറ്റ് ചോദിക്കുന്നുണ്ട്. അവർ പ്രണയം കൊണ്ട് ഭൂമിയിൽ ഒന്നും തന്നെ ഉപദ്രവമായിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടോ വരുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പോയത്തിൽ പറയുന്നുണ്ട്. ദെൻ റിലീജിയസ് ഇമേജറി. ലവ് ഈസ് കമ്പയർഡ് ടു സെയിൻഹുഡ് സജസ്റ്റിംഗ് ദാറ്റ് ട്രൂ ലവേഴ്സ് ആർ ലൈക്ക് സെയിൻസ് ഹു ഡിസേർവ് ടു ബി കാനോണൈസ്ഡ്. അപ്പം നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്, ലവേഴ്സിനെ എന്താക്കണം, ഒരു സെയിൻ്റായിട്ട് കാണണം അല്ലെങ്കിൽ സെയിൻഹുഡിലേക്ക് അവരുടെ പൊസിഷൻ എലവേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു റിലീജിയസ് ഇമേജറി കാണാൻ വേണ്ടി പറ്റും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരഡോക്സ് ആണ്. കാരണം ഒരിക്കലും ലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എർത്ത് പ്ലഷറാണ്. അത് നമുക്കൊരിക്കലും ഒരു ദൈവികമായിട്ടോ അല്ലെങ്കിൽ ഒരു സെയിൻഹുഡിലേക്കോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സെയിൻഹുഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, എല്ലാ ലൗകിക ജീവിതങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ കാര്യത്തിന് നമുക്ക് ഒരിക്കലും ലവ് കൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിവിടെ 5ാമത്തെ പോയിൻ്റ് ആയിട്ട് വരുന്നുണ്ട്, പാരഡോക്സ് ആൻഡ് കോൺസൈറ്റ്. അപ്പോൾ ഡൺ യൂസസ് കോംപ്ലക്സ് കമ്പാരിസൺസ് ആൻഡ് കോൺട്രാഡിക്ഷൻ ടു എലവേറ്റ് ലവ് ടു എ സാക്രഡ് ലെവൽ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലവിനെ ഇങ്ങനെ ഒരു നമ്മുടെ സെയിൻഹുഡിലിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോൾ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് വിപരീതമായ കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്കിതിലൊരു പോയിൻ്റായിട്ട് വരുന്നുണ്ട്. ദെൻ ഇമ്മോർട്ടാലിറ്റി ത്രൂ പോയട്രി. ഈവൻ ഇഫ് സൊസൈറ്റി ഇഗ്നോർസ് ദം, ദയർ ലവ് വിൽ ബി പ്രിസർവ്ഡ് ഇൻ പോയട്രി മേക്കിംഗ് ദം ഇമ്മോർട്ടൽ. അപ്പോൾ നമ്മുടെ സൊസൈറ്റി ലവിനെ എതിർത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിലും പോയട്രിയിലൂടെ അവരുടെ ലവിന് ഇമ്മോർട്ടാലിറ്റി കിട്ടുമെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ പോയട്രീനെ ഒരു മീഡിയമാക്കി യൂസ് ചെയ്യണം എന്തിന്, അവരുടെ ലവിനെ, പ്രണയത്തെ ഇമ്മോർട്ടലാക്കുന്നതിന് വേണ്ടിയിട്ട്. Then critic of society. The speaker dismisses worldly concerns like politics, money, arguing that love is more meaningful. നമ്മുടെ പോയിട്രിയിൽ പറയുന്നത്, എർത്തിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം ലവിൻ്റെ മുന്നിൽ അവർക്ക് അത്ര മീനിങ് ഇല്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ പ്രണയത്തിനാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ മീനിങ് ഉള്ളത്. അതിന് പൊളിറ്റിക്സ്, മണി എല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ പോയറ്റിക് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോയം 5 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കൺസിസ്റ്റ് ഓഫ് 9 ലൈൻ സ്റ്റാൻസാസ് വിത്ത് എ യുണീക്ക് റൈം സ്കീം ക്രിയേറ്റിംഗ് എ മ്യൂസിക്കൽ ഫ്ലോ. നമ്മുടെ പോയം 5 സ്റ്റാൻസാസ് ആണ്, അതിൽ 9 ലൈൻസ് ആണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് കീ പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്കൊന്ന് മെമ്മറൈസ് ചെയ്യാനും അതുപോലെ തന്നെ കീ പോയിൻറ്റ്സ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ എഴുതുന്ന സമയത്ത് ഈ കീ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഒന്നുകൂടെ കൂടും. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാതെ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. ആ പോയിൻറ്റ്സും കൂടെ നിങ്ങളത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്റർക്ക് അല്ലെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് പെട്ടെന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള മാർക്ക് കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സ്റ്റാൻസ വൈസായിട്ടുള്ള കാര്യം നോക്കാം. ഒപ്പം ഒരു ഷോർട്ട് സമ്മറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ കാനണൈസേഷൻ എന്നുള്ള പോയം എഴുതുന്ന സമയത്ത് നമ്മുടെ പോയറ്റിന് ഒത്തിരി പേഴ്സണലായിട്ടും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നും ഒക്കെ ഒത്തിരി എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. ഇദ്ദേഹം ആൻമോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയും അതിൻ്റെ ആ കല്യാണത്തോടു കൂടി അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് സ്റ്റാർട്ടിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു അൺനെയിംഡ് ക്രിട്ടിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പോയം തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ക്രിട്ടിക്കിൻ്റെ പേരൊന്നും ഇതിൽ പറയുന്നില്ല, പക്ഷെ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രണയം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് എന്താണ്, അവർക്ക് ക്രിട്ടിക്സിന് ഈ കാര്യം ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ വേറെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടൂടെ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അവരുടെ പേഴ്സണൽ ഇഷ്യൂസിൽ ഫോക്കസ് ചെയ്തൂടെ, എന്തിനാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ആ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പോയം തുടങ്ങുന്നത്, ദ സ്പീക്കർ ടെൽസ് ദി ക്രിട്ടിക് ടു മൈൻഡ് ഹിസ് ഓൺ ബിസിനസ് ആൻഡ് ഫോക്കസ് ഓൺ വേൾഡ്ലി മാറ്റേഴ്സ്. ഹി സർഗാസ്റ്റിക്കലി സജസ്റ്റ് ദാറ്റ് ദി ക്രിട്ടിക് ഷുഡ് വെറി അബൌട്ട് മണി, കോട്ട് ലൈഫ് ആൻഡ് വാർ ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് ലവ്. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ പ്രണയത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ എന്തോരം കാര്യങ്ങൾ ബാക്കി നമ്മുടെ വേൾഡിൽ നടക്കുന്നുണ്ട് ആ കാര്യത്തിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യാനും, ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ സ്വകാര്യതയാണ്, അല്ലെങ്കിൽ അതിലിടപെടരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷനാണ് നമ്മുടെ പോയിട്ട് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, റിജക്ഷൻ ഓഫ് ക്രിറ്റിസിസം. അപ്പോൾ നമ്മുടെ പോയം 5 സ്റ്റാൻസേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്ന കീ പോയിൻറ്റ്സ് ആണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത് നോക്കാം. ലവ് ഈസ് ഹാംലെസ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഞങ്ങളുടെ പ്രണയം കൊണ്ട് ഭൂമിയിൽ യാതൊന്നും തന്നെ നെഗറ്റീവായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് പറയുന്നുണ്ടെന്ന്. അത് സെക്കൻഡ് സ്റ്റാൻസയിലാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ദ സ്പീക്കർ ആർഗ്യൂസ് ദാറ്റ് ഹിസ് ലവ് ഡസ് നോട്ട് ഹാം എനിവൺ. ഞങ്ങളുടെ പ്രണയം ആരെയും ഒന്നും തന്നെ ഉപദ്രവിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് മണി, കോസ് വാർ ഓർ ഡിസ്ട്രപ്റ്റ് സൊസൈറ്റി. അതെന്താണ്, ഒരുപാട് ലാഭനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു യുദ്ധം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ സൊസൈറ്റീനെ അത് വെച്ച് എന്താണ് ഞങ്ങളുടെ പ്രണയം കാരണം സൊസൈറ്റിയിൽ ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. ദർ ലവ് ഈസ് പീസ്ഫുൾ ആൻഡ് പ്രൈവറ്റ് എഫക്റ്റിംഗ് ഓൺലി ദം. എന്താണ്, അവരുടെ പ്രണയം ഇത് പീസ്ഫുള്ളാണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ആണ്, അത് അവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, ബാക്കി ആരെയും ബാധിക്കുന്നില്ല എന്ന് നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിലെ കീ പോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ മറന്നു പോകരുത്, അതിനാണ് ഈ പോയിന്റ് ആയിട്ട് നിങ്ങളോട് നോട്ട് കീപ്പ് ചെയ്ത് വയ്ക്കാൻ പറയുന്നത്. ദെൻ ലവ് ട്രാൻസ്ഫോം ലവേഴ്സ്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റാൻസയിൽ ദ സ്പീക്കർ യൂസസ് മെറ്റഫേഴ്സ് ടു ഡിസ്ക്രൈബ് ലവ്. അപ്പോൾ സ്പീക്കർ ഒരുപാട് മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ പോയത്തിൽ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ലവേഴ്സ് ആർ ലൈക്ക് കാൻഡിൽസ് ദാറ്റ് ബേൺ ടുഗദർ. ലവേഴ്സിനെ കാൻഡിലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതെന്താണ്, മെറ്റഫറാണ്. ലവേഴ്സ് ആർ ലൈക്ക് കാൻഡിൽസ് ദാറ്റ് ബേൺ ടുഗദർ. ഒരുമിച്ച് ഉരുകുന്ന ഒരു കാൻഡിൽ പോലെയാണ് നമ്മുടെ കാൻഡിലായിട്ടാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ദെൻ ദേ ആർ ലൈക്ക് ഫ്ലൈസ് ദാറ്റ് ഡൈസ് ഇൻ ദയർ പാഷൻ. എന്താണ്, ഫ്ലൈസ് പോലെയാണ് അത്, അവരുടെ പാഷനിൽ തന്നെ മരിച്ചു വീഴുന്നു. ദെൻ ലവ് ചേഞ്ചസ് ദം കംപ്ലീറ്റ്ലി മേക്കിംഗ് ദം വൺ. എന്താണ്, പ്രണയം എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് അവരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ രണ്ടെന്നുള്ളത് ഒന്നാക്കിയിട്ട് ചേഞ്ച് ആക്കുന്നത് എന്താണ്, ഒന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണല്ലോ, രണ്ടല്ല ഒരു ശരീരം, രണ്ട് ശരീരം ഒരു മനസ്സാണെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ലവ് ചേഞ്ചസ് ദം കംപ്ലീറ്റ്ലി മേക്കിംഗ് ദം വൺ. ദെൻ ഫോർത്ത് സ്റ്റാൻസയിൽ ലവ് അച്ചീവ്സ് ഇമ്മോർട്ടാലിറ്റി ത്രൂ പോയട്രി. അപ്പോൾ നമ്മുടെ പോയത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പോയം എന്താണ്, ഒരു മീഡിയം പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ലവിനെ ഇമ്മോർട്ടലാക്കുന്നുണ്ടെന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ഈവൻ ഇഫ് സൊസൈറ്റി ഇഗ്നോർസ് ദം, പോയിട്രി വിൽ പ്രിസർവ് ദയർ ലവ്. സൊസൈറ്റി ഇഗ്നോർ ചെയ്താലും അവരുടെ പോയിട്രി എന്താണ്, അവരെ അക്സെപ്റ്റ് ചെയ്യുകയും അവരെ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ദയർ ലവ് സ്റ്റോറി വിൽ ബി റീഡ് ലൈക്ക് ദി ലെജൻഡ്സ് ഓഫ് സെയിൻറ്റ്സ് ആൻഡ് മിറാക്കിൾസ്. എന്താണ്, നമ്മൾ ലെജൻസിൻ്റെയും സെയിൻസിൻ്റെയൊക്കെ സ്റ്റോറി വായിക്കുന്നത് പോലെ അവരുടെ ലവ് സ്റ്റോറി എന്നേക്കുമായിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കുകയും അത് ഫ്യൂച്ചർ ജനറേഷൻസ് വായിക്കുകയും ചെയ്യുന്നതാണ് പോയിട്ട് പറയുന്നത്. ദെൻ ദേ വിൽ ബി കാനണൈസ്ഡ് ആസ് ഐഡിയൽ ലവേഴ്സ്. അവരെന്താണ്, ഐഡിയൽ ലവേഴ്സായിട്ട് കാനണൈസ്ഡ് ആവുന്നത്. കാനണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, സംതിങ് സെയിൻ്റ് ആയിട്ട് കാണുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അവരുടെ പ്രണയവും എന്താണ്, കാനണൈസ്ഡ് ആവും എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ദെൻ ഇനി ഫിഫ്ത്ത് സ്റ്റാൻസിൽ എന്താ പറയുന്നത് നോക്കാം. ദെൻ നമ്മുടെ ഫിഫ്ത്ത് സ്റ്റാൻസ ലവ് ഇൻസ്പയേഴ്സ് ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ളൊരു തീമാണ് പറയുന്നത്. ഫ്യൂച്ചർ ലവേഴ്സ് വിൽ അഡ്മയർ ആൻഡ് ഫോളോ ദെയർ എക്സാമ്പിൾസ്. എന്താണ്, ഫ്യൂച്ചർ ലവേഴ്സ് അവരുടെ ലവ് സ്റ്റോറി ഫോളോ ചെയ്യുകയും അതിനെ വാഴ്ത്തുകയും ചെയ്യും. ദെയർ ലവ് വിൽ ബി റിമെമ്പേർഡ് ആൻഡ് പ്രൈസ്ഡ് ഫോർ എവർ. അവരുടെ പ്രണയം എല്ലാവരും ഓർമ്മപ്പെടുകയും എല്ലാവരും ഓർമ്മിക്കുകയും അതെന്താണ് എന്നും അവരെ വാഴ്ത്തുകയും ചെയ്യും, ഒരു സെയിൻറ്റ് പോലെ വാഴ്ത്തും. ദെൻ പോയട്രി ഗീവ് ദയർ
ലവ് എറ്റേണൽ ലൈഫ്. പോയിട്രിയിലൂടെ എന്താണ് അവരുടെ ലവിന് ഒരു എറ്റേണൽ ലൈഫ് കിട്ടും എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാൻസ വൈസ് ആയിട്ടുള്ള കീ പോയിൻറ്റ്സ്. ഇത് കീ പോയിൻറ്റ്സ് ആണ്. നിങ്ങൾ മൊത്തത്തിലുള്ള സമ്മറി വായിച്ചതിന് ശേഷം ഈ കീ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഡയറക്റ്റായിട്ട് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ് സബ്ജക്റ്റിലോട്ട് വരാതെ ഒരു ഷോർട്ട് ഓവർവ്യൂ കാര്യങ്ങളൊക്കെ അതിന് കൊടുക്കും. ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എലോബറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 4 പേജാണ് എഴുതേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ പോയിന്റ് വെച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേജ് തികയില്ല, അല്ലെങ്കിൽ പേജ് ഫുള്ളാവില്ല. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ കൊടുത്ത് കറക്റ്റ് ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം.